നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി കേരളത്തിന്റെ അവകാശമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തോടുള്ള ചോദ്യം കേരളത്തെ സഹായിക്കാൻ തയ്യാറുണ്ടോ എന്ന് മാത്രം. ഇതിന് വ്യക്തമായ മറുപടി വേണം. സഹായിക്കാൻ തയ്യാറില്ലെന്നാണ് മറുപടിയെങ്കിൽ മറ്റു വഴികൾ നോക്കുമെന്നും കെ രാജൻ. കാർഷിക മേഖലയിൽ നൂതന പഠനങ്ങൾ വേണമെന്നും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപാദനത്തിനായി ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തണമെന്നും VK ശ്രീകണ്ഠൻ MP. കാർഷിക മേഖലയെ കൈവെടിഞ്ഞ ഒരു വികസനവും സാധ്യമാകില്ല. കാർഷിക വിജ്ഞാന വ്യാപന ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയ കാർഷിക വിനിവേശ വ്യാപാരികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം പാലക്കാട്. രാജ്യത്തിന്റെ സമ്പത്ത് അദാനിമാർക്കും അംബാനിമാർക്കും തീരെഴുതുന്ന കേന്ദ്ര മാതൃകയാണ് കേരള സർക്കാർ പിന്തുടരുന്നതെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നത് കുത്തക വ്യവസായ ശക്തികൾ. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് പാലക്കാട് കലക്ട്രേറ്റിന് മുന്നിൽ ലീഗ് അനുകൂല സർവീസ് സംഘടനാ കൂട്ടായ്മയുടെ പ്രതിഷേധ ധർണ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി അധികൃതർക്കെതിരെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വീണ്ടും വിമർശനം. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ പോലും നടപ്പാക്കുന്നില്ലെന്ന് പ്രതിനിധികൾ. സൂപ്രണ്ടിന്റെ പിടിവാശി മൂലം ആശുപത്രി പ്രവർത്തനം താറുമാറായെന്നും ആക്ഷേപം. വാർത്തകൾ വിശദമായി. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി കേരളത്തിന്റെ അവകാശമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വയനാട് ദുരന്തത്തിൽ കേരളത്തെ സഹായിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് അന്തിമമായി കേന്ദ്രത്തിനോട് ചോദിക്കാനുള്ളത്. ഇതിന് വ്യക്തമായ മറുപടി നൽകിയാൽ മതി. സഹായിക്കാൻ തയ്യാറില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മറ്റു വഴികൾ തേടുമെന്നും കെ രാജൻ തൃശൂരിൽ പറഞ്ഞു. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് കേരളത്തിന്റെ അവകാശമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ചൂരൽമലയ്ക്കായി ഒരു സഹായവും കേന്ദ്രം നൽകിയിട്ടില്ല. SDRFന്റെ മാനദണ്ഡമനുസരിച്ച് വയനാട്ടിൽ പണം ചെലവഴിക്കുന്നതിന് പരിമിതികളുണ്ട്. കേരളത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഭാഗത്തിന്റെ കയ്യിൽ ഇതുവരെയുള്ള എല്ലാ കണക്കുകളുമുണ്ട്. ഇന്നലെയാണ് കോടതി ഇത് സംബന്ധിച്ച കണക്ക് ചോദിച്ചത്. ഈ വിഷയത്തിൽ അവ്യക്തതയില്ല. കോടതിയെ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും ഇതിന് സർക്കാർ മേൽനോട്ടം വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ നടത്തിയ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ കണക്കുണ്ടാകുമല്ലോ. അതിന്റെ ഓഡിറ്റിംഗ് നടത്തേണ്ടത് CAG ആണ്. കൺട്രോളർ ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് നടത്തുന്ന ഒരു സെക്ഷനാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഈ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെയാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ കോടതി ചോദിച്ചത്. ഒരു ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യവും, കാരണം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം SDRFൽ പണം ലഭിച്ചാൽ പണം അഡ്വാൻസായി ഉൾപ്പെടെ ജില്ലകളിലേക്ക് പോകും. ജില്ലകളിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് അത്യാവശ്യം വന്നാൽ എടുത്ത് ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള പണം ഉൾപ്പെടെ അഡ്വാൻസായി കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കണക്ക് കിട്ടണമെങ്കിൽ 1-2 ദിവസത്തെ പ്രയത്നം നടത്തി ആ കാര്യത്തിൽ എടുക്കേണ്ടി വരും. അതവിടെ അവതരിപ്പിക്കുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഏതെങ്കിലും വിധത്തിലുള്ള അവ്യക്തത ഈ കാര്യങ്ങളിലില്ല. കോടതിയുമായി സഹകരിച്ചാണ് ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. കോടതിയുടെ പരാമർശത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരം വന്നാൽ അതനുസരിച്ച് കോടതി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. SDRF ഫണ്ട് ഉപയോഗിച്ച് മാറ്റിപ്പാർപ്പിച്ചവരുടെ വാടക കൊടുക്കാൻ കഴിയില്ല. അത് CMRDFൽ നിന്നാണ് കൊടുക്കുക. ഇക്കാര്യങ്ങളെല്ലാം കോടതിയിൽ ബോധ്യപ്പെടുത്തും. ഇന്നലെ വൈകുന്നേരം തന്നെ മാറ്റി കൊടുക്കുന്ന ഇടയുണ്ടായി. വാടക കൊടുക്കാനുള്ള സംഖ്യ SDRFൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി SDRFൽ ഇത്ര കോടി രൂപ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നവർ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ചൂരൽമലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് വിനിയോഗിക്കാനുള്ള അനുവാദമുണ്ടോ? മാനദണ്ഡങ്ങൾ സമ്മതിക്കുന്നില്ല. SDRFലെ പണമെടുത്തുകൊണ്ട് അവിടെ താൽക്കാലികമായി വാടക വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചവരുടെ വാടക കൊടുക്കാനും പറ്റില്ല. ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി തന്നെ കോടതിയിൽ ഹാജരാകുമെന്നും മന്ത്രി പറഞ്ഞു. ആവശ്യങ്ങൾ കണക്കാക്കിയാണ് ചെലവഴിക്കാനാവുന്ന പണത്തെപ്പറ്റി പറയാൻ കഴിയുക. വയനാട് ദുരന്തത്തിന് പിന്നാലെ കേരളം ആവശ്യപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്നും നടപ്പാക്കപ്പെട്ടില്ല. ചൂരൽമലയ്ക്കായി പ്രത്യേക പാക്കേജ് വേണമെന്നാണ് കേരളത്തിന്റെ മുഖ്യ ആവശ്യം. കേന്ദ്രം കേരളത്തെ സഹായിക്കാൻ തയ്യാറാണോ എന്ന് മാത്രമാണ് ചോദിക്കുന്നതെന്നും ഇതിന് കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ സഹായിക്കാൻ തയ്യാറല്ലെങ്കിൽ മറ്റ് വഴികൾ നോക്കുമെന്നും കെ രാജൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കാർഷിക മേഖലയിൽ നൂതന പഠനങ്ങൾ അനിവാര്യമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് കോഴ്സ് പൂർത്തിയാക്കിയ കാർഷിക നിവേശ വ്യാപാരികൾക്കുള്ള കാർഷിക വിജ്ഞാന വ്യാപന ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപാദനത്തിനുള്ള ആധുനിക രീതികളാണ് കർഷകർ
കർഷകരിൽ എത്തിക്കേണ്ടതെന്നും MP ചൂണ്ടിക്കാട്ടി. കാർഷിക മേഖലയെ കൈവെടിഞ്ഞുകൊണ്ട് ഒരു വികസനവും സാധ്യമാകില്ലെന്ന് VK ശ്രീകണ്ഠൻ MP ചൂണ്ടിക്കാട്ടി. മണ്ണറിഞ്ഞ് കൃഷിയും വളപ്രയോഗവും നടത്തുന്നത് കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകും. കർഷകർ, കൃഷി അനുബന്ധ വ്യാപാരികൾ, സർക്കാർ എന്നിവർ സംയുക്തമായ കൃഷി പോഷണത്തിന് മാർഗങ്ങൾ കണ്ടെത്തുകയും നടപ്പിലാക്കുകയും വേണമെന്നും MP പറഞ്ഞു. കാർഷിക സർവകലാശാല, ആത്മ, കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവ സംയുക്തമായാണ് കൃഷി അനുബന്ധ വ്യാപാരികൾക്ക് പരിശീലനം നൽകിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. ആത്മ ഡയറക്ടർ ഡോക്ടർ MA നാസർ, കോർഡിനേറ്റർ ഡോക്ടർ KV സുമിയ, പ്രൊജക്ട് ഡയറക്ടർ PA ഷിന, വ്യാപാരി കൂട്ടായ്മ പ്രതിനിധി സുബി ഭാസ്കർ, EM ബാബു, ഡോക്ടർ ഇസ്രായേൽ തോമസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി അധികൃതർക്കെതിരെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വീണ്ടും വിമർശനം. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ പോലും നടപ്പാക്കുന്നില്ലെന്ന് വികസന സമിതി യോഗത്തിൽ ആരോപണമുയർന്നു. പിരിച്ചുവിടപ്പെട്ട 5 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ തിരിച്ചെടുക്കാൻ 4 മാസം മുമ്പ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി എടുത്ത തീരുമാനം നടപ്പിലായില്ലെന്നാണ് ആക്ഷേപങ്ങളിലൊന്ന്. തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴും പുനർനിയമനം വൈകുന്നത് ആശുപത്രി സൂപ്രണ്ടിന്റെ പിടിവാശി മൂലമാണെന്ന് വികസന സമിതി യോഗത്തിൽ ചില പ്രതിനിധികൾ ആരോപിച്ചു. തൊഴിൽ നിഷേധം അംഗീകരിക്കാനാകില്ലെന്നും പ്രതിനിധികൾ വ്യക്തമാക്കി. അതേസമയം ഇവരെ നിയമപരമായി തിരിച്ചെടുക്കാനാകില്ലെന്ന് സൂപ്രണ്ട് വിശദീകരിച്ചു. ഇക്കാര്യം ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അധ്യക്ഷ കൂടിയായ നഗരസഭാ ചെയർപേഴ്സണെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. കത്ത് കിട്ടിയില്ലെന്നും ഇത് സംബന്ധിച്ച ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനം നടപ്പാക്കണമെന്നും ചെയർപേഴ്സൺ K ജാനകിദേവി യോഗത്തിൽ ആവശ്യപ്പെട്ടു. സസ്പെൻഷൻ നടപടി നേരിട്ട നേത്രരോഗ വിദഗ്ധയ്ക്ക് പകരം നിയമനം വൈകുന്നതിനെതിരെയും കാഷ്വാലിറ്റിയുടെ പ്രവർത്തനത്തെയും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വൈകുന്നതിനെതിരെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെ മറ്റ് ആശുപത്രികളിലേക്ക് രോഗികളെ ശുപാർശ ചെയ്യുന്നതിനെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു. P മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി, തഹസിൽദാർ CM അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കാര്യമായ വികസന ചർച്ചകളില്ലാതെ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പനകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം. താലൂക്ക് വികസന സമിതിയിൽ ഉന്നയിക്കുന്ന പല വിഷയങ്ങൾക്കും പരിഹാരം കാണുന്നതിൽ ജനപ്രതിനിധികൾ സന്തോഷം അറിയിക്കാനും മറന്നില്ല. ഡിസംബർ മാസത്തെ താലൂക്ക് വികസന സമിതി യോഗമാണ് നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്നത്. കാര്യമായ വികസന ചർച്ചകൾ യോഗത്തിലുണ്ടായില്ല. അതേസമയം ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായി. മുതുതല പഞ്ചായത്തിലെ പെരുമുടിയൂരിൽ കൾവേർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതി വേഗത്തിലാക്കണമെന്ന ആവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി യോഗത്തിൽ സൂചിപ്പിച്ചു. വെളിയൂർ പഞ്ചായത്തിലെ സർക്കാർ സ്കൂളിന് സമീപത്തെ അഴുക്കുചാലിന് സ്ലാബിട്ട് അപകട സാഹചര്യം ഒഴിവാക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ ആവശ്യപ്പെട്ടു. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചു നടക്കുന്ന ലഹരി വിൽപ്പന തടയാനാവശ്യമായ നടപടികൾ വേണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ ജനപ്രതിനിധികൾ ഉന്നയിച്ച പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ജനപ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു. പരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ, ഭൂരേഖ തഹസീൽദാർ ഗിരിജാദേവി, മറ്റു ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. രാജ്യത്തിന്റെ സമ്പത്ത് അദാനിമാർക്കും അംബാനിമാർക്കും നൽകുന്ന കേന്ദ്ര മാതൃകയാണ് കേരള സർക്കാരും പിന്തുടരുന്നതെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് ലീഗ് അനുകൂല സർവീസ് സംഘടനാ കൂട്ടായ്മയായ സെഡ്കോ നടത്തിയ പാലക്കാട് കലക്ട്രേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളും ജീവനക്കാരുമല്ല വ്യവസായ ശക്തികളാണ് കേരള സർക്കാരിന്റെ നയതീരുമാനങ്ങൾക്ക് പിന്നിലെന്ന് മരക്കാർ മാരായമംഗലം ആരോപിച്ചു. കേരളത്തിന്റെ സമ്പത്ത് എങ്ങനെ കൊള്ളയടിക്കുന്നുവെന്നറിയാൻ സർക്കാരും ടീകോമും തമ്മിലുള്ള കരാർ നോക്കിയാൽ മതി. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ജനഹിത നിബന്ധനകൾ ഒഴിവാക്കിയത് കൊള്ളയടിക്കാൻ വേണ്ടിയാണ്. ഗൾഫും കേരളവും തമ്മിലുള്ള ബന്ധം ഉലയാതിരിക്കാനാണ് ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നതെന്ന വാദം കൊള്ളയ്ക്ക് കളമൊരുക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷെ ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ശ്രീ ഉമ്മൻചാണ്ടി കാണിച്ച ഉദാരതയിൽ നിന്ന് ഒരുപാട് പുറകോട്ട് പോകുന്ന കാഴ്ച ചരിത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ മേഖല ഞാൻ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ എന്താണ്? അത് എന്നേക്കാൾ അറിയാവുന്ന ആളുകൾ നിങ്ങളാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അധ്യാപകരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
രക്ഷിതാക്കളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇന്നും ഇന്നലെയും ഇനിയാന്നും കാസിബ് പറഞ്ഞതുപോലെ ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡെപ്പോസിറ്റ് സംഖ്യ വർദ്ധിപ്പിച്ചിരിക്കുന്നു, കറണ്ട് ചാർജും വർദ്ധിപ്പിച്ചിരിക്കുന്നു, അടുത്ത കൊല്ലവും വർദ്ധിപ്പിക്കും എന്നുള്ള മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു. ദുബായിൽ ബിസിനസ്സുള്ള മുഖ്യമന്ത്രിയുടെ മകന്റെയും മകന്റെ ഭാര്യാപിതാവിന്റെയും കച്ചവട താൽപര്യം സംരക്ഷിക്കാനാണ് സർക്കാർ നീക്കം. കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കും കേന്ദ്ര സർക്കാർ വിഹിതം നൽകണമെന്ന ഇടതു സംഘടനകളുടെ ആവശ്യം എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. സംസ്ഥാന സർക്കാരിനെ ന്യായീകരിക്കാൻ നടത്തുന്ന ഇടതു സംഘടനകളുടെ ശ്രമം അപഹാസ്യമാണെന്നും മരക്കാർ മാരായമംഗലം പറഞ്ഞു. ശമ്പളം, ക്ഷാമാശ്വാസം, ലീവ് സറണ്ടർ കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ്പിലെ അപാകത പരിഹരിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സെഡ്കോ സമരം. KSTU, KATF, SCU, CKCT, KHSTU തുടങ്ങിയ സംഘടനകൾ സമരത്തിൽ പങ്കെടുത്തു. ചെയർമാൻ കാസിം കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, സംഘടനാ ഭാരവാഹികളായ സിദ്ദിഖ് പാറക്കോട്, അബ്ദുൽ ബഷീർ, CP മൊയ്തീൻ, നാസർ തേളത്ത്, അനീസുദ്ദീൻ, സൈനുൽ അബിദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KSTA 34ാമത് ഒറ്റപ്പാലം ഉപജില്ലാ സമ്മേളനം ലക്കിടിയിൽ നടന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം AN ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് C ദിനേശ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി N മുരളി സ്വാഗതം പറഞ്ഞു. C ദിനേശ് അധ്യക്ഷത വഹിച്ചു. S സുജിത്ത് രക്തസാക്ഷി പ്രമേയവും N ദീപ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം C ബാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും ഉപജില്ലാ സെക്രട്ടറി EP ഗിരീഷ് പ്രവർത്തന റിപ്പോർട്ടും വായിച്ചു. തുടർന്ന് വരവ് ചെലവ് കണക്ക് അവതരണം, ഗ്രൂപ്പ് ചർച്ച, പൊതുചർച്ച എന്നിവയും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K പ്രഭാകരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് P ബാലകൃഷ്ണൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PN വെങ്കിടേശ്വരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C സുനിത, N ഹരിദാസൻ, B ധരേഷ്, ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സാങ്കേതിക വിദ്യ എങ്ങനെ രാഷ്ട്ര വികസനത്തിനും ജീവിത വിജയത്തിനും പ്രയോജനപ്പെടുത്തുന്നുവെന്ന് അറിയാൻ ലോകരാഷ്ട്രങ്ങളെ വീക്ഷിക്കണമെന്ന് പാലക്കാട് IIT ഡയറക്ടർ ഡോക്ടർ ശേഷാദ്രി ശേഖർ. AI കമ്മ്യൂണിറ്റി ക്ലബ് ഓഫ് പാലക്കാടിന്റെ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ തുടക്കത്തിലെ തള്ളിപ്പറയുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്ന മനോഭാവത്തിന് മാറ്റം വരണമെന്നും ഡോക്ടർ ശേഷാദ്രി ശേഖർ പറഞ്ഞു. AI സാങ്കേതിക വിദ്യ വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങൾക്കും പരിചിതമാക്കാനാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ക്ലബ് ഡയറക്ടർ P രാമചന്ദ്രമേനോൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ലക്ഷ്മി, KP പ്രേംകുമാർ, സൂരജ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൂനത്തറ GHSF ശതാബ്ദി ആഘോഷത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. രൂപീകരണ യോഗം വാണികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെ വടക്കേക്കരയിലൊരു സ്കൂളുണ്ട്, അത് കവളപ്പാറ കൊട്ടാരത്തിൻ്റെ വകയാണ്. ഞാൻ ആ കവളപ്പാറ കൊട്ടാരത്തിൻ്റെ വകയുള്ള വടക്കേക്കര സ്കൂളിലാണ് പഠിച്ചത്. ഇപ്പോഴാണ് അതിന് വടക്കേക്കര സ്കൂൾ എന്ന പേര് വന്നത്. മുമ്പ് TS സ്കൂളാണ്. അപ്പോൾ TS സ്കൂള് എന്ന് പറയുന്നത് അന്നത്തെ LP എന്ന് പറയുന്നത് 5ാം ക്ലാസ് വരെയാണ്, UP എന്ന് പറയുന്നത് 8ാം ക്ലാസ് വരെയാണ്. അപ്പോൾ 5ാം ക്ലാസ് വരെയുള്ള TS സ്കൂൾ വരെയാണ് തീയ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ പഠിക്കേണ്ടതുള്ളൂ എന്ന് അന്നത്തെ ജാതി വ്യവസ്ഥകൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ള. PTA പ്രസിഡന്റ് DB രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P കനകരാജൻ, വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K ഭാസ്കരൻ, O കുമാരൻ, M പ്രിയ, TP ഭാസ്കരൻ, ശിവപ്രകാശൻ, ഷാജു, O മധുസൂദനൻ, ഷിജി അനിൽ, പ്രധാനാധ്യാപിക DP നിർമ്മല, P സുരേന്ദ്രൻ, പ്രിൻസിപ്പാൽ C ജിനേഷ് കുമാർ, ജിഷ എന്നിവർ സംസാരിച്ചു. 2025 ജനുവരിയിൽ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വ്യത്യസ്തമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന എക്സിബിഷൻ, ശാസ്ത്ര ക്യാമ്പ്, വിദ്യാഭ്യാസ സെമിനാർ, സാംസ്കാരിക സമ്മേളനം തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും.
കെ ഗംഗാധരൻ ചെയർമാൻ, NP കോമളം, P ഹരിദാസ്, DB രഘുനാഥ്, O മധുസൂദനൻ വൈസ് ചെയർമാൻമാർ, C ജിനേഷ് കുമാർ കൺവീനർ, DP നിർമ്മല ജോയിന്റ് കൺവീനർ എന്നിവർ ഭാരവാഹികളായി സംഘാടക സമിതി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് ധോണിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും പുലി ഇറങ്ങി. മായാപുരം സ്വദേശി ജയശ്രീയുടെ വീട്ടിലെത്തിയ പുലി കോഴിക്കോട് തകർത്ത് കോഴിയെ പിടികൂടി. ധോണി മേഖലയിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് പതിവാകുമ്പോഴും അധികൃതർ കൃത്യമായ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട്. ജയശ്രീയുടെ വീട്ടിലെത്തിയ പുലി കൂടിന്റെ ഇരുമ്പുവല തകർത്താണ് കോഴിയെ പിടികൂടിയത്. വന്യമൃഗങ്ങൾ ഏറെയുള്ള ധോണി മേഖലയിൽ വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിന് നടപടി വേണമെന്ന ആവശ്യം ഇനിയും ചെവിക്കൊള്ളാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ല. PT7 വിഹാര സമയത്ത് ജയശ്രീയുടെ പറമ്പിലെ 25ഓളം തെങ്ങുകൾ ഉൾപ്പെടെയുള്ള വിളകൾ നശിപ്പിച്ചിരുന്നു. വന്യമൃഗശല്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരുമ്പോഴും വനംവകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. മനുഷ്യജീവനും വിളകളും നഷ്ടപ്പെട്ടിട്ടും നഷ്ടപരിഹാരവും ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. കൂട് തകർത്ത് പുലി കോഴിയെ പിടികൂടി പോകുന്ന ദൃശ്യങ്ങൾ സഹിതം ജയശ്രീ വനംവകുപ്പിന് പരാതി നൽകി. ഒരാഴ്ചയിലേറെയായി കാട്ടാനക്കൂട്ടം ധോണിയിൽ നാശം വിതയ്ക്കുന്നതിന് പിന്നാലെയാണ് പുലിയുടെ സാന്നിധ്യവും ജനങ്ങളെ ഭീതിയിലാക്കുന്നത്. ഇന്നലെ രാത്രി 12:30 നമ്മുടെ വീടിനോട് ചേർന്ന കോഴിക്കൂട്ടിൽ നിന്ന് മുട്ടയിടുന്ന നല്ലൊരു കോഴിയെ കോഴിക്കൂടിൻ്റെ വല പൊളിച്ച് വലിയൊരു പുലി എടുത്തുകൊണ്ട് പോകുന്ന CCTV ദൃശ്യം വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ വനം വകുപ്പ്, പഞ്ചായത്ത് എല്ലാവരും ശ്രദ്ധിച്ച് ഞങ്ങളുടെ ഇതിനു മുമ്പ് PT7 അതുപോലെ ആന വന്ന് 27 തെങ്ങ് തട്ടിയിട്ടിട്ടുണ്ട്, വീടിൻ്റെ മതിൽ തട്ടിയിട്ടിട്ടുണ്ട്. കൂടാതെയാണ് ഇപ്പോൾ പുലിയും കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത പറമ്പിൽ കാട് വെട്ടിക്കുന്നില്ല, പിന്നെ മുളങ്കൂട്ടങ്ങൾ വളരുന്നുണ്ട്. അപ്പോൾ ചുറ്റുവട്ടമുള്ളവർ കാട് വെട്ടിക്കുന്നതിൽ പഞ്ചായത്ത് വകുപ്പ് ശ്രദ്ധിക്കണം. കൂടാതെ ഇലക്ട്രിക് ഫെൻസിങ്, കൃത്യമായ മെയിൻ്റനൻസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കണം. അങ്ങനെ ഞങ്ങൾ പാവപ്പെട്ട നാട്ടുകാർക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലത്ത് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി അംഗത്വ ക്യാമ്പ് സംഘടിപ്പിച്ചു. യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് ജോൺസൺ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി അംഗത്വ ക്യാമ്പ് സംഘടിപ്പിച്ചത്. യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് ജോൺസൺ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ ആനുകൂല്യത്തിലുള്ള അപേക്ഷ ഉൾപ്പെടെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ തൊഴിലാളികളെ ഈ ബോർഡിലേക്ക് അംഗങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പ് കൂടിയുണ്ട്. അപേക്ഷ ഇവിടെ സ്വീകരിക്കും, അംഗത്വ കൂടെയാണ്. ഇവിടെ ഇന്നിപ്പോൾ രാജ്യത്തുള്ള ഏറ്റവും നല്ല ഒരു മികച്ച ക്ഷേമനിധിയാണ് ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി. ഇത് തൊഴിലാളികൾക്കിടയിലേക്ക് എത്തിക്കുക, അവരെ ഇതിൻ്റെ അംഗമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പുകളുടെ ലക്ഷ്യം. TK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി PA രാമൻകുട്ടി, VT സുരേഷ് ബാബു, PG ബിനോയ്, PA സരിത, CT സുജ, K ഷഫീർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സായാഹ്ന പഠന കേന്ദ്രത്തിലെ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്വിസ് മത്സര വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ P സ്മിത, P കനകരാജൻ, NP സത്യഭാമ, പട്ടികജാതി ഓഫീസർ R അരുൺ, TK ഓജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി കേരളത്തിന്റെ അവകാശമാണെന്ന് റവന്യൂ മന്ത്രി K രാജൻ. വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തോടുള്ള ചോദ്യം കേരളത്തെ സഹായിക്കാൻ തയ്യാറുണ്ടോ എന്ന് മാത്രം. ഇതിന് വ്യക്തമായ മറുപടി വേണം. സഹായിക്കാൻ തയ്യാറില്ലെന്നാണ് മറുപടിയെങ്കിൽ മറ്റു വഴികൾ നോക്കുമെന്നും K രാജൻ.
കാർഷിക മേഖലയിൽ നൂതന പഠനങ്ങൾ വേണമെന്നും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപാദനത്തിനായി ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തണമെന്നും വി.കെ. ശ്രീകണ്ഠൻ MP. കാർഷിക മേഖലയെ കൈവെടിഞ്ഞ് ഒരു വികസനവും സാധ്യമാകില്ല. കാർഷിക വിജ്ഞാന വ്യാപന ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയ കാർഷിക വിനിവേശ വ്യാപാരികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം പാലക്കാട്. രാജ്യത്തിന്റെ സമ്പത്ത് അദാനിമാർക്കും അംബാനിമാർക്കും തീരെഴുതുന്ന കേന്ദ്ര മാതൃകയാണ് കേരള സർക്കാർ പിന്തുടരുന്നതെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നത് കുത്തക വ്യവസായ ശക്തികൾ. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് പാലക്കാട് കലക്ട്രേറ്റിന് മുന്നിൽ ലീഗ് അനുകൂല സർവീസ് സംഘടനാ കൂട്ടായ്മയുടെ പ്രതിഷേധ ധർണ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി അധികൃതർക്കെതിരെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വീണ്ടും വിമർശനം. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ പോലും നടപ്പാക്കുന്നില്ലെന്ന് പ്രതിനിധികൾ. സൂപ്രണ്ടിന്റെ പിടിവാശി മൂലം ആശുപത്രി പ്രവർത്തനം താറുമാറായെന്നും ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.